തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരുപോലെയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കൂലി. ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനാകുന്ന ചിത്രം ഓഗസ്റ്റ് 14-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ വലിയ ഹൈപ്പ് തന്നെയാണ് കൂലിക്ക് ലഭിക്കുന്നത്. വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അതിഥി വേഷത്തിലെത്തുന്നുണ്ട്. ഇതോടെ കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ള ചിത്രമാകും കൂലിയെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു. തെന്നിന്ത്യൻ സിനിമകളുടെ ബോക്സ് ഓഫീസിൽ ഈ വർഷം കോളിവുഡിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കമൽഹാസൻ, സൂര്യ, അജിത് കുമാർ എന്നിവരുടെ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ എത്തിയിരുന്നുവെങ്കിലും കാര്യമായ ചലനം കോളിവുഡിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മണിരത്നവും കമൽഹാസനും നീണ്ട 37 വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച തഗ് ലൈഫ് ആദ്യ ദിനം തന്നെ നെഗറ്റീവ് റിവ്യൂ ആണ് നേടിയത്. ജൂൺ 5-ന് പുറത്തിറങ്ങിയ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ 98.05 കോടി രൂപയാണ് നേടിയത്. മെയ് 1-ന് തിയേറ്ററുകളിലെത്തിയ റെട്രോ ആകട്ടെ ആഗോളതലത്തിൽ നിന്ന് നേടിയത് 96.97 കോടി മാത്രം. ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ കാർത്തിക് സുബ്ബരാജും സൂപ്പർ സ്റ്റാർ സൂര്യയും ഒന്നിക്കുമ്പോൾ ഒരു മാസ്റ്റർ പീസ് ഐറ്റം തന്നെ ലഭിക്കുമെന്ന് കരുതിയ പ്രേക്ഷകർക്ക് എന്നാൽ നിരാശയായിരുന്നു ഫലം. തിയേറ്ററിലോ OTTയിലോ സിനിമയ്ക്ക് കാര്യമായ ചലനമുണ്ടാക്കാനായിട്ടില്ല. അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി കോടികൾ നേടിയിരുന്നുവെങ്കിലും കാര്യമായ പ്രകടനമൊന്നും കാഴ്ചവെച്ചില്ല. 246.15 കോടി രൂപ ചിത്രം നേടിയെങ്കിലും അജിത്തിനെ ആശ്വസിക്കാമെന്ന് മാത്രമായിരുന്നു ആരാധകരുടെ പ്രതികരണം. അങ്ങനെ കോടികൾ മുടക്കിയെത്തിയ ഈ 3 ചിത്രങ്ങൾക്ക് കൊണ്ടുവരാനാകാത്ത ആഘോഷം കൂലി സൃഷ്ടിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. അതേസമയം മോളിവുഡിന്റെ സ്വന്തം എമ്പുരാനാണ് ഈ വർഷം ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് റെക്കോർഡുകൾ തകർത്ത് മുന്നേറിയ സൗത്ത് ഇന്ത്യൻ ചിത്രം. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ ആഗോളതലത്തിൽ നിന്ന് 268 കോടിയോളം രൂപയാണ് നേടിയത്. ഇതിൽ തന്നെ 142 കോടിയോളം രൂപ ഓവർസീസിൽ നിന്നാണ് എമ്പുരാൻ കളക്ട് ചെയ്തത്. ഈ വർഷം ഇതുവരെ ഇറങ്ങിയ മറ്റ് സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങൾക്കൊന്നും തന്നെ മാർച്ചിൽ റിലീസ് ചെയ്ത എമ്പുരാനെ മറികടക്കാനായിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. വെങ്കടേഷൻ നായകനായെത്തിയ അനിൽ രവിപുരിയുടെ തെലുങ്ക് ചിത്രം സംക്രാന്തികെ വാസ്തുവിനമാണ് കളക്ഷന്റെ കാര്യത്തിൽ എമ്പുരാന് പിന്നിൽ നിൽക്കുന്ന ചിത്രം. 246 കോടി നേടിയ ഗുഡ് ബാഡ് അഗ്ലിയും 3-ാം സ്ഥാനത്തുണ്ട്. അതിനാൽ തന്നെ എമ്പുരാനെ മറികടന്ന ഈ വർഷത്തെ സൗത്ത് ഇന്ത്യൻ ടോപ്പ് ഗ്രോസർ ആകുമോ കൂലി എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം ബോളിവുഡ് സ്പൈ യൂണിവേഴ്സിൽ നിന്നെത്തുന്ന ഹൃതിക് റോഷൻ ജൂനിയർ NTR ചിത്രം വാർ 2 എന്ന വമ്പനുമായാണ് കൂലി ഏറ്റുമുട്ടാൻ പോകുന്നത്. പാൻ ഇന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ വലിയ മത്സരം നടത്താനുള്ള സാധ്യതകൾ ഈ 2 ചിത്രത്തിനുമുണ്ട്. നോർത്ത് ഇന്ത്യ, ഓവർസീസ് ബോക്സ് ഓഫീസ് മാർക്കറ്റിലെല്ലാം കൂലിക്ക് കനത്ത മത്സരമാവും വാർ 2 സൃഷ്ടിക്കുക എന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. അതേസമയം കൂലിക്ക് വമ്പൻ ഓഫറുകളാണ് വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നടക്കം ലഭിച്ചത്. 80 കോടിയാണ് ചിത്രത്തിന് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് ഇനത്തിൽ ലഭിച്ചിരിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരു രജനീകാന്ത് സിനിമയ്ക്ക് വിദേശത്തു നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണിത്. ഈ വാർത്തകൾ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയാക്കിയിരുന്നു. കളക്ഷനിലും ഇത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് അനലിസ്റ്റുകളുടെ പ്രവചനം. നിലവിൽ കൂലിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളുടെ തിരക്കിലാണ് ലോകേഷ് കനകരാജും അണിയറ പ്രവർത്തകരും. ചിത്രത്തിൽ ക്യാമിയോ റോളിലെത്തുന്ന അമീർ ഖാന് 15 മിനിറ്റോളം സ്ക്രീൻ ടൈം ഉണ്ടെന്നതും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ്. അമീർ ഖാൻ രജനീകാന്തിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെന്നും ആക്ഷൻ സീനുകൾ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ചിത്രത്തിൽ ഉണ്ടെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൊരുങ്ങുന്ന പീരിയഡ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമായ കൂലി ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ, ദുബായ്, USA തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കഥയാണ് പറയുന്നത്. രജനീകാന്തിന്റെ 171-ാം സിനിമയായി എത്തുന്ന കൂലിയിൽ ഉപേന്ദ്ര, സത്യരാജ്, നാഗാർജുന അക്കിനേനി, സൗബിൻ ഷാഹിർ, റീബ മോണിക്ക ജോൺ, ശ്രുതി ഹസൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 38 വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രം നിർമ്മിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലായി എത്തുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.